2026 നാറ്റയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എന്താ നാറ്റ എന്ന് ചോദിച്ചാൽ നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചർ. അതായത് ഇന്ത്യയിൽ എവിടെയെങ്കിലുമൊക്കെ BArch കോഴ്സ് അഥവാ ആർക്കിടെക്ചർ കോഴ്സ് പഠിക്കണമെങ്കിൽ ക്വാളിഫൈ ചെയ്യേണ്ട എക്സാമാണ് നാറ്റ എക്സാം. ഇപ്പോൾ കേരളത്തിൽ കീമിൽ രജിസ്റ്റർ ചെയ്ത കുട്ടികൾ മെഡിക്കൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവരുണ്ട്, എഞ്ചിനീയറിംഗിന് രജിസ്റ്റർ ചെയ്തവരുണ്ട്, ഫാർമസിക്ക് രജിസ്റ്റർ ചെയ്തവരുണ്ട്, ആർക്കിടെക്ചറിന് രജിസ്റ്റർ ചെയ്തവരുണ്ട്. അതിൽ ഈ എഞ്ചിനീയറിംഗിനും ഫാർമസിക്കും രജിസ്റ്റർ ചെയ്ത കുട്ടികൾ മാത്രമാണ് ഈ കീമിൻ്റെ എക്സാം എഴുതുക. മെഡിക്കൽ അപ്ലൈ ചെയ്ത കുട്ടികൾ എഴുതേണ്ടത് നീറ്റ് എക്സാമാണ്. എന്ന് പറഞ്ഞതുപോലെ കേരളത്തിലെ ആർക്കിടെക്ചർ കോഴ്സിന് അപ്ലൈ ചെയ്തിരിക്കുന്ന കുട്ടികൾ കീമിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു എക്സാം എഴുതേണ്ടതില്ല. പകരം നാറ്റ എക്സാമാണ് BArchന് വേണ്ടി എഴുതേണ്ടത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം, കീം രജിസ്റ്റർ ചെയ്തപ്പോൾ ആർക്കിടെക്ചർ കൊടുത്ത എല്ലാ കുട്ടികളും നിർബന്ധമായിട്ടും നാറ്റ എക്സാം എഴുതണം. ഇതിൻ്റെ സ്കോറാണ് പരിഗണിക്കുക. മെഡിക്കലിന് നീറ്റ് പരിഗണിക്കുന്നത് പോലെയാണ് ആർക്കിടെക്ചറിന് നാറ്റയുടെ സ്കോർ പരിഗണിക്കുക. ഇതിൽ 2 ഫേസുകളിൽ എക്സാം നടക്കുന്നുണ്ട്. ഒന്ന് phase 1 ഉണ്ട്, 2 phase 2. ഈ phase 1 ഒരു കുട്ടിക്ക് മാക്സിമം 2 അറ്റംപ്റ്റ് വരെ ചെയ്യാം. എന്നാൽ phase 2 ഒറ്റ അറ്റംപ്റ്റ് ആണ്. ഇത് രണ്ടും കൂടെ പറ്റുകയില്ല. ഒന്നുകിൽ നിങ്ങൾക്ക് phase 1 എക്സാം എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് phase 2 എക്സാം എഴുതാം. phase 1 എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 ചാൻസ് ഉണ്ട്. phase 2 എഴുതുകയാണെങ്കിൽ 1 ചാൻസ് എക്സാം എഴുതാൻ കിട്ടും. അതിൽ ഈ phase 2 സാധാരണ വേക്കൻറ്റ് സീറ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ്, ഫസ്റ്റ് കൗൺസിലിങ്ങിനല്ല. അതുകൊണ്ട് പ്രിഫറബിൾ എന്താണ്, ഈ phase 1 ഈ 2 അറ്റംപ്റ്റ് എഴുതുക. 1 എഴുതാം, 2 എഴുതാം. 2 എഴുതുകയാണെങ്കിൽ ബെസ്റ്റ് സ്കോറാണ് പരിഗണിക്കുക. ഇനി phase 1 പ്രത്യേകത നോക്കുക. phase 1 ഞാൻ പറഞ്ഞു ഫോർ ക്യാപ് അഡ്മിഷൻ. അതായത് ഈ സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പരിഗണിക്കുക, സെൻട്രലൈസ്ഡ് അഡ്മിഷൻ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് കൗൺസിലിങ്ങിൽ പരിഗണിക്കുക ഏതാണെന്ന് ചോദിച്ചാൽ phase 1 അപ്പോൾ phase 1 2 എക്സാം എഴുതിയാൽ അതിൽ ബെസ്റ്റ് സ്കോർ എടുത്തുകൊണ്ട് ആ റൗണ്ടിൽ അല്ലെങ്കിൽ നോർമൽ കൗൺസിലിങ്ങിന് പരിഗണിക്കും. എന്നാൽ phase 2 എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് ഒരൊറ്റ ചാൻസേ ഉള്ളൂ. ആ ഒരു ചാൻസിൽ നിങ്ങൾ എഴുതുകയാണെങ്കിൽ വേക്കൻറ്റ് സീറ്റുകൾക്ക് മാത്രമാണ് നിങ്ങളെ പരിഗണിക്കുക. ഇനി ആർക്കിടെക്ചറിൻ്റെ ഒരു പ്രത്യേകത നോക്കുക. ഇവിടെ ഈ വർഷം, അതായത് 2026-27 അക്കാഡമിക് ഇയറിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിഞ്ഞ വർഷത്തെ 2025 നാറ്റ സ്കോർ ഉപയോഗിക്കാം. ഈ 2025 നാറ്റ സ്കോർ 2 വർഷത്തേക്ക് വാലിഡാണ്. 2025-26 വർഷത്തേക്കും അതേപോലെ ഈ വർഷം 26-27. അപ്പോൾ കഴിഞ്ഞ വർഷം എഴുതിയവർക്ക് ആ സ്കോർ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി ഒരു ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. 2026 നാറ്റയുടെ വാലിഡിറ്റി 1 വർഷവുമാണ് കേട്ടോ. കഴിഞ്ഞ വർഷത്തെ നാറ്റ സ്കോറിനേ ഉള്ളൂ 2 വർഷം വാലിഡിറ്റി. ഇനി ഈ വർഷം നിങ്ങൾ എഴുതുന്ന എക്സാമിന് 1 വർഷത്തെ വാലിഡിറ്റി ഉണ്ടാവും. ഓക്കെ. ഇനി 2025 വാലിഡ് സ്കോറുള്ളൊരു കുട്ടിക്ക് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ ഇവിടെ phase 1 ഒരു അറ്റംപ്റ്റ് എടുക്കാം. അങ്ങനെ ഒരു അറ്റംപ്റ്റ് എടുത്താൽ ഈ 2 എക്സാമിൽ ഏതാണോ ബെസ്റ്റ് അത് പരിഗണിക്കും. ബെറ്റർ ഓഫ് ബൂത്ത് സ്കോർസ്. 25-26 ബെറ്റർ സ്കോറാണ് എടുക്കുക. എന്നാൽ നേരെ തിരിച്ച് വാലിഡ് 2025 സ്കോറുള്ളൊരു കുട്ടി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അറ്റംപ്റ്റ് phase 1 എടുത്താൽ ഇത് ഇൻവാലിഡ് ആവും. 25 സ്കോർ ഇൻവാലിഡ് ആവുകയും 26 എഴുതിയ 2 എക്സാമിൻ്റെ ബെസ്റ്റ് സ്കോർ എടുക്കുകയും ചെയ്യും. ഇനി phase 2 ഒരു അറ്റംപ്റ്റ് മാത്രമാണ് എഴുതുന്നതെന്ന് വിചാരിക്കാം. phase 1 അപ്പിയർ ചെയ്യുന്നില്ല. അപ്പം phase 1 അപ്പിയർ ചെയ്യാത്തവർക്കാണ് phase 2. അപ്പോൾ phase 1 അപ്പിയർ ചെയ്യാത്തൊരു കുട്ടി phase 2 ആ ഒരു അറ്റംപ്റ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 2026 സ്കോറെ പരിഗണിക്കൂ, 25 പരിഗണിക്കില്ല. അപ്പോൾ phase 1 നിങ്ങളൊരു എക്സാം എഴുതുന്നുണ്ടെങ്കിൽ മാത്രം, ഒരൊറ്റ അറ്റംപ്റ്റ് ആണെങ്കിൽ മാത്രമേ നിങ്ങളുടെ 25-26 ഇതിൻ്റെ 2 ഏതാണോ ബെസ്റ്റ് അത് പരിഗണിക്കൂ. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കാം. ഇനി അതിൻ്റെ എക്സാമിനേഷൻ ഡീറ്റെയിൽ നോക്കാം. പാർട്ട് A, പാർട്ട് B ഇങ്ങനെ 2 പാർട്ടായിട്ടാണ്. അതിൽ പാർട്ട് Aയിൽ A1 സെഷനിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, കമ്പോസിഷൻ ആൻഡ് കളർ 25 മാർക്കിൻ്റെ. A2 ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, സ്കെച്ചിങ് ആൻഡ് കമ്പോസിഷൻ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, 25 മാർക്ക്. A3 ഒരു ക്വസ്റ്റ്യൻ ആണ്, 3D കമ്പോസിഷൻ 30 മാർക്ക്. അങ്ങനെ 3 ക്വസ്റ്റ്യൻ 80 മാർക്ക്. ഇത് ഓഫ്ലൈൻ മോഡിലാണ് നടക്കുക. 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, 3 ക്വസ്റ്റ്യൻ, 90 മിനിറ്റാണ് സമയം ഉണ്ടാവുക, 1.5 മണിക്കൂർ സമയം ഉണ്ടാവും. പാർട്ട് ബിയിൽ MCQ ആൻഡ് NCQ ആണ്. അതായത് MCQ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റും NCQ എന്ന് പറയുന്നത് നോ ചോയ്സുമാണ്. ഇതിൽ സെക്കൻഡ് ഈ NCQന് ചോയ്സസ് ഉണ്ടാവില്ല, മറ്റേത് 4 ഓപ്ഷൻ ഉണ്ടാവും, അതിൽ നിന്ന് സെലക്ട് ചെയ്താൽ മതി. ഇത് കമ്പ്യൂട്ടർ ബേസ്ഡ് അഡാപ്റ്റീവ് ടെസ്റ്റാണ്. 90 മിനിറ്റാണ് എക്സാമിന് ഉണ്ടാവുക. അതായത് 108 സെക്കൻഡ് ഫോർ ഈച്ച് ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ 108 സെക്കൻഡേ കിട്ടും. 120 മാർക്കിലാണ് എക്സാം നടക്കുക. അതിൽ B1 പാർട്ടിൽ 42 ക്വസ്റ്റ്യൻ ഉണ്ടാവും MCQ, B2 പാർട്ടിൽ 8 ക്വസ്റ്റ്യൻ ഉണ്ടാവും നോ ചോയ്സ് NCQ ആയിരിക്കും. അങ്ങനെ ടോട്ടൽ 50 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അങ്ങനെ 120 മാർക്ക്. അപ്പോൾ പാർട്ട് 1 80 മാർക്ക് ഉണ്ടാവും, പാർട്ട് 2 120. അങ്ങനെ ആകെ 200 മാർക്കിലാണ് എക്സാം ഉണ്ടാവുക. അതുപോലെ നാറ്റ അപ്ലൈ ചെയ്യുന്ന കുട്ടികൾ ശ്രദ്ധിക്കുക, നിങ്ങൾ +2
ഫിസിക്സ് മാത്സ് ഈ 2 സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ടാവണം, നിർബന്ധമാണ്, കമ്പൽസറിയാണ്. ഫിസിക്സ് മാത്സ് കൂടാതെ കെമിസ്ട്രിയോ ബയോളജിയോ ടെക്നിക്കൽ വൊക്കേഷണൽ സബ്ജക്റ്റുകളോ കമ്പ്യൂട്ടർ സയൻസോ ഇൻഫർമേഷൻ ടെക്നോളജിയോ ഒക്കെ പഠിച്ചാലും പ്രശ്നമില്ല. മാത്സും ഫിസിക്സും കമ്പൽസറിയാണ്. മാത്രമല്ല അഗ്രിഗേറ്റ് മാർക്ക് +2 ആകെ 45% മാർക്ക് ഉണ്ടാവുകയും വേണം. അപ്ലൈ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക, അപ്ലൈ ചെയ്യാനുള്ള സൈറ്റ് nata.in എന്നുള്ള സൈറ്റാണ്. nata.in എന്നുള്ള സൈറ്റാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യേണ്ടത്. ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഡീറ്റെയിൽ നോക്കുക. ഒന്ന് ആക്സസിങ് ആൻഡ് എഡിറ്റിംഗ് പേഴ്സണൽ ഇൻഫർമേഷൻ ടിൽ ഗോയിങ് ഡോക്യുമെൻ്റ് അപ്ലോഡിങ് വരെ, അതായത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം ഇമേജുകൾ അപ്ലോഡ് ചെയ്യുക, ഫീ പേയ്മെൻറ്റ് നടത്തുക, കൺഫർമേഷൻ പേജിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക, എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ ആ കറക്ഷൻസ് വരുത്തുക. ഇത്രയുമാണ് ആപ്ലിക്കേഷൻ്റെ പ്രൊസീജിയർ. ഇനി ഇമേജ് അപ്ലോഡിങ് നോക്കുക. ഇമേജ് എന്താണ്? പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഉണ്ടാവണം, കളറിലായിരിക്കണം, കളർ ഫോട്ടോ ആയിരിക്കണം, 2 ചെവിയും വിസിബിൾ ആവുന്ന രീതിയിലുള്ള ഫ്രണ്ട് വ്യൂ ആയിരിക്കണം, JPG അല്ലെങ്കിൽ JPEG ഫോർമാറ്റിലാണ്. സിഗ്നേച്ചറും JPG അല്ലെങ്കിൽ JPEG ഫോർമാറ്റ്. ഫോട്ടോഗ്രാഫിൻ്റെ മിനിമം സൈസ് 4 GB മാക്സിമം 100 GB ആയിരിക്കണം. സിഗ്നേച്ചറിൻ്റേത് 1 GB 30 GB 1 to 30, മിനിമം 1 GB മാക്സിമം 30 GB ആയിരിക്കണം സൈസ്. ഇനി അതിൻ്റെ ആപ്ലിക്കേഷൻ ഫീ നോക്കുക. ഒരു എക്സാമിനാണ് പെർ ടെസ്റ്റ്, ഓരോ എക്സാമിനും ഇത് തന്നെയാണ്. അപ്പോൾ ജനറൽ അല്ലെങ്കിൽ OBC NCL, ജനറലോ NCLോ ആണെങ്കിൽ 1750 രൂപയാണ് ഒരു എക്സാമിന്. നിങ്ങൾ ഫേസ് 1 2 എക്സാം എഴുതിയാൽ 2 പ്രാവശ്യവും ഈ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. എന്നാൽ SC അല്ലെങ്കിൽ ST EWS കാറ്റഗറി ഫിസിക്കൽ ഡിസബിലിറ്റി ഒക്കെ ആണെങ്കിൽ 1250 രൂപയാണ്. ട്രാൻസ്ജെൻഡർ കാറ്റഗറിക്ക് 1000 രൂപയും ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ 15000 രൂപയുമാണ് ഫീ. നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയി എങ്ങനെയാണ് മനസ്സിലാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സക്സസ്ഫുള്ളി ഈ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയത് എപ്പോഴാണ്? നിങ്ങൾക്ക് നിങ്ങളുടെ കൺഫർമേഷൻ പേജ് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറ്റിയാൽ. അപ്പോൾ വൺസ് നിങ്ങളുടെ കൺഫർമേഷൻ പേജ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയാൽ അതിൻ്റെ അർത്ഥം സക്സസ്ഫുള്ളി നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയി എന്നാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഈ കൺഫർമേഷൻ പേജ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ചു വയ്ക്കുക പിന്നീടുള്ള ആവശ്യങ്ങൾക്ക്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. നാറ്റ സ്കോർ കാർഡ് എപ്പോൾ വരെ വാലിഡ് ആയിരിക്കും? ഈ ഒരു വർഷത്തേക്ക് മാത്രമായിരിക്കും. ഇനി എക്സാം സെൻറ്ററുകൾ നോക്കുക. കേരളത്തിൽ തൃശ്ശൂർ, ഇടുക്കി, എറണാകുളം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, കഴക്കൂട്ടം, ഇത്രയും സെൻറ്ററുകളിലാണ് നാറ്റ എക്സാം നടക്കുക. ഇനി അതിൻ്റെ ഡേറ്റ് ഷെഡ്യൂൾഡ് നോക്കുക. ആപ്ലിക്കേഷൻ മാർച്ച് 9 തുടങ്ങുന്നു. മാർച്ച് 9 തുടങ്ങിയ രജിസ്ട്രേഷൻ എന്നുവരെ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ എക്സാം നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഉണ്ടാവും. അതായത് ഈ എക്സാമിൻ്റെ ഡേറ്റ് നിങ്ങൾ നോക്കുക. ഏപ്രിൽ 4 തുടങ്ങി ജൂൺ 13 വരെ എക്സാം ഉണ്ടാവും ഫേസ് 1. ഏപ്രിൽ 4 തുടങ്ങി ജൂൺ 13 വരെ ഏകദേശം 2 മാസത്തോളം എക്സാം ഉണ്ടാവും. പബ്ലിക് ഹോളിഡേയ്സ് ഒഴിവാക്കി നിർത്തി. ഇനി നേരെ തിരിച്ച് ഫേസ് 2 ആണെങ്കിൽ 2 ദിവസമേ ഉള്ളൂ, ഓഗസ്റ്റ് 7, 8 തീയതികൾ. ഫേസ് 1 അപ്ലൈ ചെയ്തവർക്ക് ഫേസ് 2 പറ്റൂല. അതുകൊണ്ട് ഞാനിപ്പോൾ ഫേസ് 1 കുറിച്ച് പറയുന്നു. നിങ്ങൾക്ക് സാധാരണഗതിയിൽ ഏപ്രിൽ 4 തുടങ്ങി ജൂൺ 13 വരെയുള്ള സമയമാണ്. അപ്പോൾ ഇതിൻ്റെ രജിസ്ട്രേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ എക്സാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുവരെയൊക്കെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഇപ്പോൾ തൊട്ടടുത്ത ആഴ്ചയിലെ എക്സാമിന് ഈ ആഴ്ച നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാമെന്ന് ചുരുക്കം. എക്സാമുകൾ പല ദിവസങ്ങളായിട്ടാണ്. അതായത് എല്ലാ വെള്ളിയാഴ്ചകളിലും എല്ലാ ശനിയാഴ്ചകളിലും എക്സാം ഉണ്ടാവും. വെള്ളിയാഴ്ചകളിൽ ആഫ്റ്റർനൂൺ സെഷൻ മാത്രമാണ്, ശനിയാഴ്ചകളിൽ മോർണിംഗ് ആൻഡ് ആഫ്റ്റർനൂൺ സെഷനാണ്. ഇനി ക്ലോസിംഗ് ഡേറ്റ് എന്താ? വെള്ളിയാഴ്ച നടക്കുന്ന എക്സാമിൻ്റെ രജിസ്ട്രേഷൻ ആ തിങ്കളാഴ്ച ക്ലോസ് ചെയ്യും. തിങ്കളാഴ്ച രാത്രി 11:59 ക്ലോസ് ചെയ്യും. അതായത് ഈ വെള്ളിയാഴ്ച ഇപ്പോൾ ഈ തിങ്കളാഴ്ച നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. എന്നാണ്? ആ തിങ്കളാഴ്ചയ്ക്ക് ശേഷം വരുന്ന വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടി. ആ ആഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് എക്സാം ഉണ്ടാവും. ഇനി അപ്ലിക്കേഷൻ്റെ കറക്ഷൻ എന്താണ്? ആ ചൊവ്വാഴ്ച തന്നെ. അപ്പോൾ തിങ്കളാഴ്ച നിങ്ങൾ രജിസ്റ്റർ ചെയ്തു, ചൊവ്വാഴ്ച നിങ്ങൾക്ക് കറക്ഷൻ വരുത്താം, വെള്ളിയാഴ്ച നിങ്ങൾക്ക് എക്സാം എഴുതാം. അതേപോലെ നിങ്ങൾക്ക് ആ ശനിയാഴ്ചയാണ് എക്സാം എഴുതേണ്ടതെങ്കിൽ ചൊവ്വാഴ്ച രജിസ്റ്റർ ചെയ്യുക, ബുധനാഴ്ച കറക്ഷൻസ് നടത്തുക, ശനിയാഴ്ച എക്സാം എഴുതുക. ഇതാണ് എക്സാമിൻ്റെ രജിസ്ട്രേഷൻ്റെ ഡീറ്റെയിൽ. അപ്പോൾ അതുവരെ നിങ്ങൾക്ക് ചെയ്യാം. ഇനി നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് എന്നായിരിക്കും എന്ന് ചോദിച്ചാൽ, വെള്ളിയാഴ്ച എക്സാം എഴുതുന്ന കുട്ടികൾക്ക് ചൊവ്വാഴ്ച തുടങ്ങി അഡ്മിറ്റ് കാർഡ് കിട്ടി തുടങ്ങും. നേരെ തിരിച്ച് ശനിയാഴ്ച എക്സാം ഉള്ളവർക്ക് ബുധനാഴ്ച തുടങ്ങിയും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് കിട്ടും. ഓക്കെ. ഇനി എപ്പോഴാണ് റിസൾട്ട് കിട്ടുക എന്ന് ചോദിച്ചാൽ, കോമൺ റിസൾട്ട് അല്ല, വിതിൻ 7 days ഫ്രം ഡേറ്റ് ഓഫ് ടെസ്റ്റ്. അതായത് എന്നാണോ എക്സാം നടത്തിയത് അതിന് ഒരു 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് റിസൾട്ടും വരും. ഇതാണ് അതിൻ്റെ പ്രൊസീജിയർ. അപ്പോൾ ഞാൻ നാറ്റയുടെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. എക്സാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിലെ ആദ്യത്തെ അഡ്മിറ്റ് കാർഡ്, ആദ്യത്തെ ആഴ്ചയിലെ എക്സാമിൻ്റെ അഡ്മിറ്റ് കാർഡ് വരുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ
പറയാം. ബാക്കി എക്സാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചു. ഇനി മറ്റെന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.